പാട്ട് ഈറ്റിംഗ് ഉണ്ടല്ലോ. രാവിലെ തന്നെ എണീച്ച് പുട്ടും നല്ല ചെറുപയർ കറിയും പപ്പടും കൂടിയിട്ട് കഴിച്ചത്. ഇന്ന് ചായ കുടിക്കാൻ നിന്നില്ല, എണീക്കാൻ വേണ്ടി കുറച്ച് ലേറ്റായി. അപ്പം പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തന്നെ കടന്ന്. പിന്നെ ഈ ഒരു പൈനാപ്പിളും കൂടി കഴിച്ച് ഉച്ചയിലായിരം ചോറും നല്ല ബീഫ് കറിയും കേവേജ് അറവും നല്ല കായ് വറവും പപ്പടും കൂടിയെല്ലാം കൂടി പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ കഴിച്ച്. പിന്നെ കുറച്ചു നേരം നല്ല തണുത്ത പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കുടിച്ച്. പിന്നെ വൈകുന്നേരമായാലും ഉമ്മ ബിരിയാണിയും വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയും തേരും പപ്പടും എല്ലാം കൂടിയിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ അങ്ങനെ കഴിക്കാൻ വിചാരിച്ചിട്ട് കഴിച്ചതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ പിന്നെ ഇപ്പോൾ ഈ ടൈം കഴിക്കുന്നത്? അപ്പോൾ ഉമ്മ രാത്രിക്കൊക്കെ കുറച്ച് ആക്കിയതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ തന്നെ ഫസ്റ്റ് തന്നെ എടുത്ത് കുറച്ച് കഴിച്ചു. പിന്നെ വൈകുന്നേരം ചായക്ക് ബിസ്ക്കറ്റും ഈ ഈ കാണുന്ന നുറുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വൈകുന്നേരം പിന്നെ അങ്ങനെ കുടിച്ചു. പിന്നെ രാത്രി ഒരു നൂൽപ്പൊറോട്ടയും നല്ല മീൻകറിയും കൂടി കഴിച്ച്. പിന്നെ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ ഉപ്പ വരുമ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മാങ്ങ ഉണ്ടായിന്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഹാർട്ട് ഷേപ്പിലുള്ള മാങ്ങ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ് ഇത് കാണുമ്പം. പിന്നെ അതും കൂടി കഴിച്ചതിൻ്റെ ഇതിനെ കണ്ടില്ലേ. അപ്പം ഇത്രയൊക്കെയാണ് അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.